ഇന്നിപ്പോൾ ലൈവിൽ ഭയങ്കര സംസാരങ്ങൾ നടക്കുകയാണ്. പക്ഷേ ഈ വലിയ ബഹളത്തിനിടയിൽ കൂടുതൽ ബഹളം അനീഷ് ഉൾപ്പെടെയുള്ള ആ ഒരു കിച്ചൺ ടീമിനകത്താണ്. ഇന്ന് ജിസേൽ രാവിലെ തന്നെ എല്ലാവരെയും കൂടെ ചിക്കൻ ടീം എവിടെ എന്നും പറഞ്ഞ് കിച്ചൺ ടീമിനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കിച്ചണിലെ ബഹളങ്ങളാണ് ഇന്ന്. ശരിക്കും പറഞ്ഞാൽ ബിൻസി ഇന്ന് നല്ല സംസാരമൊക്കെ ഉണ്ട്. ബിൻസി ഏകദേശം എനിക്ക് തോന്നുന്നു ലാലേട്ടൻ പറഞ്ഞതിന് ശേഷം ബിൻസി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കിച്ചണിൻ്റെ വർക്കുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞാനൊരു സ്പെഷ്യൽ കാര്യം ചോദിക്കട്ടെ, അവരുടെ ആ ഒരു ഗോതമ്പ് ദോശ, ആപ്പിൾ ഫ്ലേവറിലെ ഗോതമ്പ് ദോശ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു? നിങ്ങൾ എത്ര പേര് വീട്ടിലത് ട്രൈ ചെയ്ത് നോക്കും എന്നൊന്ന് കമൻറ്റിൽ പറയുക. അപ്പോൾ അവിടുന്ന് ആ ഒരു ഫോക്കസിൽ നിന്ന് കുറച്ചു മാറി മറ്റൊരു കഥ നടക്കുകയാണ്. ആ കഥ ജിസേലിനെതിരെയാണ്. അതായത് ജിസേല് നോക്കൂ ഞാൻ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് കണ്ണില്ലേ? കണ്ടൂടെ? ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, ഒരു മേക്കപ്പ് ഇട്ടിട്ടില്ല. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഒരു കമ്മൽ പോലും ഇട്ടിട്ടില്ല. അപ്പം ഈ ഒരു കാര്യമാണ് ജിസേലിൻ്റെ ഈ ഒരു പ്രവൃത്തി. അതായത് ബിഗ് ബോസ് പറഞ്ഞു, ലാലേട്ടൻ പറഞ്ഞു, ഈ ബിഗ് ബോസ് സീസൺ 7 നിർത്തിവെക്കുമെന്ന് പറഞ്ഞു. എന്നിട്ടും ജിസേൽ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? ജിസേലിനെ പൂട്ടാൻ വേണ്ടിയിട്ട് അനുമോൾ ഓൾറെഡി ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അനുമോൾക്ക് അസൂയയും കുശുമ്പും ഉണ്ടായിട്ടല്ല, അനുമോൾക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രസ്ട്രേഷൻ ഉണ്ട്. ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ പറ്റുന്നില്ല, മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് അനുമോൾക്ക് ലാലേട്ടനെയും ബിഗ് ബോസിനെയും ഒന്നും ധിക്കരിക്കാനുള്ള ആ ധൈര്യമൊന്നും ഇല്ല. പക്ഷേ ഇത്രയുമൊക്കെ സംസാരിച്ചിട്ടും ജിസേൽ എന്തിനാണ് ഇത്രയും വാശി പിടിച്ച് ഒളിച്ചും പാത്തും? ഇത്രയും ക്യാമറയുണ്ട്. ബിഗ് ബോസിൽ ഇതിനു മുമ്പ് മത്സരിച്ച ഒരു വ്യക്തിയാണ് ജിസേൽ. അതാണ് കുഴപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ശരി, ഇന്നൊരു കണ്ടുപിടിച്ച സംഭവം, ആദിലയും നൂറയും കൂടെ ചേർന്ന് ജിസേലിൻ്റെ ആ ഒരു കട്ടിലിനടിയിലുള്ള ഒരു ഡ്രോയർ ഉണ്ടല്ലോ, അത് തുറന്ന് അതിലെന്തൊക്കെയുണ്ടെന്ന് നോക്കുന്നുണ്ട്. അപ്പം വള, കമ്മൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ജിസേൽ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ വേറെ സംഭവങ്ങളൊന്നും ജിസേലിൻ്റെ കയ്യിലില്ല. ഒന്നാമത്തെ കാര്യം അത്. അപ്പോൾ അതിനുശേഷം എങ്ങനെയാണ് ഇപ്പം ജിസേലിൻ്റെ കവിളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ബ്ലഷ് ചെയ്തിരിപ്പുണ്ട്. അതായത് ബ്ലഷ് എന്ന് പറയുന്ന ആ ഒരു ലൈറ്റ് ഒരു പിങ്ക് റെഡ് കളറിൽ എന്തോ ഒന്നിങ്ങനെ കളർ ഉണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നന്നായിട്ട് ബ്ലഷും ഉണ്ട്, ഒരു സൈഡിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പോൾ ഇത് കണ്ടുപിടിച്ചിട്ട്, അതുപോലെ ലിപ്സ്റ്റിക് ഉണ്ട്, അത് ബീട്രൂട്ട് ആണെന്ന് പറയുന്നതൊക്കെ വെറും പൊട്ടത്തരമാണ്. പിന്നെ ഇവരെന്തുകൊണ്ട് ഇന്നലത്തെ ദിവസമാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചു, ആരും തന്നെ ജിസേലിനെ, ഈ പറയുന്ന ആണുങ്ങൾ ആരും തന്നെ ജിസേലിൻ്റെ എതിരെ സംസാരിച്ചില്ല. അത് ചോദിക്കാൻ കഴിവുള്ള കരുത്തുള്ള ഒരേ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നുള്ളൂ, അത് ബിന്നി സെബാസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ബിന്നി അത് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, അനുമോൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അനുമോളിൻ്റെ കയ്യിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്, അതായത് ജിസേൽ അനുമോളെ നീളമില്ലാത്തവൾ, ശരീരമില്ലാത്തവൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നാണം കെടുത്തി. അപ്പോൾ അത് ഭയങ്കരമായിട്ട് വിഷമം വന്നിട്ട് അനുമോൾ ഓടിപ്പോയി കരയുകയാണ് ചെയ്തത്. അപ്പോൾ ഏതായാലും ശരി, ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസിനെ വിളിച്ചു വരുത്തി അനുമോള്, ആദില, നൂറ, ഇവർ 3 പേരും, ഇവരും ഷാനവാസും കൂടെ ചേർന്നിട്ട് നമ്മുടെ ജിസേലിൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ടിൻറ്റിൻ്റെ ഒരു മേക്കപ്പ് ബോക്സ് ആദിലയുടെയും നൂറയുടെയും ബെഡിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു. ഇത് കട്ടെടുത്തിട്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ ഇതൊന്നും ലൈവിൽ ജിസേൽ കാണിച്ചതായിട്ടൊന്നും അധികം കാണിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്ന വെച്ചാൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇത്തവണ ഒന്നുകിൽ ജിസേലിനെ ഇതിനകത്ത് പുറത്താക്കും. ഈ ഒരു നിസ്സാര കാര്യത്തിന് ജിസേലിനെ പുറത്താക്കുമോ എന്ന് നമ്മൾ പ്രേക്ഷകർ ചിന്തിച്ചാലും ഇത് 7ന്റെ പണിയാണ്. ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 7ന്റെ പണിയാണ് എന്നുള്ളത് കൊണ്ട് ഈ കാര്യത്തിൻ്റെ പേരിൽ ഇതൊരു നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നിയമം ലംഘിക്കുകയാണ്. ബിഗ് ബോസിനൊരു വിലയില്ല എന്നായി പോകത്തില്ലേ? ബിഗ് ബോസിനെയും ലാലേട്ടനെയും റെസ്പെക്റ്റ് ചെയ്യുന്നിടത്തോളമേ ഈ പറയുന്നൊരു ഷോ എന്ന് പറയുന്നത് നിലനിൽക്കും. അപ്പോൾ ഏതായാലും ശരി, ഇന്നത്തെ എപ്പിസോഡിൽ ജിസേലിനെതിരെ ഇത്രയധികം, ഇപ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള ഷാനവാസ് ഇത് ചെയ്യുക തന്നെ വേണം. അത് നല്ലൊരു ഏർപ്പാടാണ്. അപ്പോൾ ഏതായാലും ഇന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്നത്തെ എപ്പിസോഡ് മൊത്തത്തിലുള്ളൊരു എപ്പിസോഡിനകത്തും ഈ ഒരു കാര്യം എന്തായാലും ഉണ്ടാകും. അപ്പം നമുക്ക് എന്തായാലും ശരി, ഈ ആഴ്ച ലാലേട്ടൻ വരുമ്പോൾ ഉള്ള ഒരു എപ്പിസോഡിൽ ഈ പറയുന്ന ജിസേലിനെതിരെ 2ാമത്തെ വാർണിംഗ് ആയിരിക്കും ലാലേട്ടൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ടറിയാം, പെട്ടിപ്പോയതുപോലെ തന്നെ നമ്മുടെ ജിസേൽ മൊത്തത്തിൽ പോകുമോ എന്ന്. അപ്പോൾ നിങ്ങൾ ലൈവൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സീരിയൽ ഗ്രാമിലൂടെ വരിക, അതുപോലെ ചർച്ചകളൊക്കെ നടക്കുക. അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് വരാം. അപ്പോഴേക്കും ബൈ.